ഇത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടി കൂടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരു 3 വെറൈറ്റി തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതും, വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിലാണെങ്കിലും, ഇതേപോലെ ചെറിയ പോട്ടിലാണ് അങ്ങനെയും, നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് അങ്ങനെയാണെങ്കിലും വെക്കാവുന്നതാണ്. പിന്നെ ഇത് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് ഓവർ വെയിലിൻ്റെയോ അല്ലെങ്കിൽ ഓവർ വെയിലില്ലെങ്കിൽ അകത്തായാലും വെക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. ഈ ഒരു ചെടിയുടെ ചെറിയൊരു തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ വേര് മുളച്ചിട്ട് നമുക്ക് മണ്ണിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പോട്ടിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടോ അങ്ങനെയും നമുക്ക് വളർത്താവുന്നതാണ്. എല്ലാ രീതിയിലും വളർത്തുന്നതും ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ മണ്ണ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അല്പം ഒന്ന് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചേരുത്തുപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇത് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടായി കിട്ടുന്നതാണ്. ഞാനിത് അവിടെ അക്വേറിയത്തിൽ വരെ ഞാൻ ഇതേപോലെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫിഷിലുള്ള അക്വേറിയം തന്നെയാണ്. ഇതിൽ നമുക്ക് മണി പ്ലാന്റ് ഇതേപോലെ ചെറിയ തോതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ തന്നെ ചുറ്റിലായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചതും ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ മണ്ണും ചാണകപ്പൊടിയാണ് നമ്മൾ മണ്ണിലാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ നട്ടു കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വെള്ളത്തിലാണ് അങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അല്പം ഒരു കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മണ്ണ് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതാണ്.